അസ്സലാമു റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, റാഹത്തല്ലേ? അല്ലാഹ് കബൂലാക്കട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധവും പരിപാവനവുമായ റജബ് മാസത്തിന്റെ സുന്ദരമായ രണ്ടാമത്തെ പത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യട്ടെ. റമളാനിലേക്ക് അല്ലാഹു ആയുസ് എത്തിച്ചു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റമളാനിൽ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ നാം എല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയമുള്ളവരെ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളാണ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ശനിയാഴ്ചയാണ്. എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ പരിശുദ്ധമായ ഖുർആനുമായിട്ടാണ് ബന്ധപ്പെടുത്തി നമ്മൾ പറയുക. ആയത്തുകൾ, സൂറത്തുകളൊക്കെ ഖുർആനിന്റെ മഹത്വമാണ് നമ്മൾ പറയുക. ഖുർആൻ അതൊരു അത്ഭുതമാണ്. ഖുർആനിലൂടെ വിജയിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. നാളെ മരണപ്പെട്ട് നമ്മൾ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമുക്ക് ശുപാർശകനായി, കാവൽക്കാരനായി, രക്ഷകനായി കടന്നു വരുന്ന പരിശുദ്ധമായ ഖുർആൻ. നാളെ ഖബർ ചെല്ലുമ്പോൾ നിന്റെ ഇമാമാര് എന്ന് ചോദിക്കുമ്പോൾ ഇടറാതെ പതറാതെ മറുപടി പറയാൻ ഖുർആൻ ഓതുന്നവർക്ക് കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് അത്ഭുതകരമായ സൂറത്തിനെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാ ദിവസവും ഖുർആൻ ഓതണം 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 എന്ന് പറയുകയും നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല, നമുക്ക് സമയം കിട്ടാറില്ല. എന്നാൽ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരു തവണ ഓതിയാൽ, ഈ സൂറത്ത് ഒറ്റ തവണ ഓതിയാൽ 1000 ആയത്ത് ഓതിയ കൂലിയുണ്ടെന്ന് നിബിധങ്ങൾ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ ഒരു സൂറത്തിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു 4 ദിവസത്തിലൊരിക്കൽ ഖത്തം തീർക്കുമായിരുന്നു. ആലോചിക്കുക, 4 ദിവസത്തിലൊരിക്കൽ ഖത്തം തീർക്കുമായിരുന്നു. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മഹദി അവറുകൾ 6000-ൽ പരം ആയിരക്കണക്കിന് ഖത്തമുകൾ ജീവിതത്തിൽ സ്വയം ഓതി വെച്ചവരാണ്. ആലോചിക്കും, നമ്മൾ ഇന്ന് വരെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, പടച്ചവനെ, ഞാൻ എൻ്റെ ആയുസ്സിൽ എത്ര ഖത്തം തീർത്തിട്ടുണ്ട്? ഒരു വർഷത്തിൽ ഒരു ഖത്തമെങ്കിലും നമുക്ക് തീർക്കാൻ കഴിയുന്നുണ്ടോ? ആലോചിക്ക്. 4 ദിവസവും 3 ദിവസവും ഒരു ദിവസം കൊണ്ട് ഖത്തം തീർത്തെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്കൊരു ഖത്തം തീർക്കാൻ കഴിയുന്നുണ്ടോ? തീരുമാനം എടുക്കണം എൻ്റെ ഉമ്മമാരെ. ഒരു ദിവസം ഒരു ജുസ്, 30 ദിവസം ആകുമ്പോൾ 30 ജുസ് ഒരു ഖത്തം നമുക്ക് കഴിയണം. ഉമ്മമാർ ചിന്തിക്കും, ഉസ്താദെ 30 ദിവസം ഓതാൻ കഴിയില്ല. ഓതാൻ കഴിയുന്ന ദിവസം ഓതാൻ 30 ദിവസം പോട്ടെ, 30 ദിവസം പോട്ടെ, 40 ദിവസത്തിനുള്ളിലെങ്കിലും ഒരു ഖത്തം തീർക്കണമെന്നാണ് മഹാരഥന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ഞാനടക്കം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ച് നോക്കിക്കേ, ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടോ? നമ്മൾ യാസീൻ ഓതും, എവിടെയാ? മൊബൈലിൽ നോക്കിയിട്ട് അല്ലേ? വാഖിയ ഓതും, എവിടെയാ? മൊബൈലിൽ നോക്കിയിട്ട്. റഹ്മാൻ ഓതും, മൊബൈലില്ല. ഖുർആൻ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കാഴ്ച വസ്തുവായി നിൽക്കുന്നു. ഉമ്മമാരെ, ഖുർആൻ നോക്കി ഓതിയാൽ ശരിയാകൂല എന്നില്ല, പക്ഷേ നമ്മൾ ആ ഒരു ഖുർആനെങ്കിലും ഒന്ന് എടുത്ത് ഓതിയാൽ അത് പ്രതിഫലമുണ്ട്. നോക്കി ഇരുന്നാൽ കിട്ടുന്ന പ്രതിഫലം 3 എണ്ണമാണ്. 1, പരിശുദ്ധമായ ഖുർആൻ. 2, നിന്റെ വീട്ടിനകത്ത് മുടിയൊക്കെ നരബാധിച്ച, തൊലിയൊക്കെ ചുക്കിച്ചുളുങ്ങിയ, നിനക്ക് കുറ്റം പറയാൻ കഴിയുന്ന നിന്റെ ഉമ്മയുണ്ടല്ലോ, നീ ചീത്ത വിളിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ, മുഖത്തേക്ക് നോക്കിയിരുന്ന പ്രതിഫലം സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയുണ്ടെന്നാണ്. 3-ാമത്തെ നിബിധങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ കഅബയെ നോക്കിയിരുന്നാൽ കൂലി കിട്ടും. ഉമ്മമാർ ചിന്തിക്കും, ഉസ്താദെ, ഇതൊക്കെ പറയുമ്പോൾ ഓതണമെന്ന് ആഗ്രഹമുണ്ട് ഉസ്താദെ. അറിയില്ല. ഉമ്മ അറിയില്ലെങ്കിൽ ഖുർആൻ ഒന്ന് കൈകൊണ്ടെടുക്ക്, ഒളു ഒക്കെ ചെയ്ത് കൈകൊണ്ടെടുത്തിട്ട് ഖുർആൻ നോക്കി ഒന്ന് കരയി ഓതാൻ അറിയാമെങ്കിൽ. നിശ അറിയില്ല എങ്കിൽ അതെങ്കിലും അള്ള പ്രതിഫലം തരൂലേ? അറിയില്ല എന്ന് പറഞ്ഞ് തഴയല്ലേ. വിരലിങ്ങനെ ആ ഖുർആന്റെ ആയത്തിലൂടെ ഓടിച്ചു നോക്ക്, അതിന്റെ പ്രതിഫലം അള്ളാഹു തരും. അതുകൊണ്ട് ഖുർആനുമായി ബന്ധമുണ്ടാകണം. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമർ റളിയല്ലാഹു തആലയോട് പറഞ്ഞു, ഉമറേ, നീ കിടക്കപ്പായിലേക്ക് കടന്നു വന്നാൽ 1000 ആയത്ത് ഓതാതെ നീ ഉറങ്ങാൻ പാടില്ല. 1000 ആയത്ത് ഓതാന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്സാര സമയം മതി, പക്ഷെ ഉമർ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഓരോ വാക്കിന്റെയും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ പതിഞ്ഞ് കൽബിൽ കൊണ്ടുവന്ന് കരഞ്ഞിട്ടാണ് ഓതുക. അപ്പൊ സമയമെടുക്കും. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, 1000 ആയത്തൊക്കെ ഓതിയിട്ട് ഞാൻ എപ്പോഴാണ് ഉറങ്ങുക? ഉറങ്ങിയാലല്ലേ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ? പിന്നെ എനിക്ക് എപ്പോഴാണ് ഉറങ്ങാൻ പറ്റുക? ഉറങ്ങാൻ പറ്റൂല. ആ ഒരു സങ്കടം അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഉമറേ,
1000 ആയത്ത് ഓതണമെന്ന് പറഞ്ഞാൽ 1000 ആയത്ത് ഓതണം എന്നതിന്റെ വിവക്ഷ ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. ആ സൂറത്ത് ഓതിയാൽ 1000 ആയത്ത് ഓതിയതിന്റെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾ ചോദിച്ചു, ഏതാണ് ആ സൂറത്ത് നബിയെ? എങ്കിൽ ഉമർ ഇതാ ഓതാൻ തയ്യാറാണ്. എത്ര വലിയ സൂറത്താണെങ്കിലും ഞാൻ ഓതാൻ തയ്യാറാണ്. 1000 ആയത്ത് ഓതിയ കൂലി കിട്ടൂലേ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത സൂറത്ത് എന്നറിയോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ ഇന്ന് മുതൽ ഈ സൂറത്ത് പതിവാക്കി ഉറങ്ങാൻ വേണ്ടി വരുമ്പോൾ വുളുവൊക്കെ ചെയ്ത് ആയത്തുൽ കുർസിയും ഇഖ്ലാസും മുഅവ്വദത്തൈനും ഫാത്തിഹയൊക്കെ ഓതി ദിക്റുകളും ഉറക്കത്തിന്റെ ദുആയും മര്യാദകളൊക്കെ പാലിച്ച് കിടക്കുന്നതിന് മുമ്പ് ഈ സൂറത്ത്. ഏതാണ് ആ സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സൂറത്തു തകാസുർ ചെറിയ സൂറത്താണ്. അള്ളാഹിന്റെ റസൂലിനോട് ഉമർ തങ്ങൾ ചോദിച്ചു, നബിയെ, ഒരുപാട് അത്ഭുതത്തിന്റെ ആയത്തുകളും സൂറത്തുകളുള്ള ഖുർആനാ. ഈ ഖുർആനിലെ ഈ ആയത്തിന് പ്രതിഫലം കിട്ടാൻ കാര്യം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടിയായി പറഞ്ഞതായി മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. തഫ്സീറുകളിൽ കാണാം, ആ സൂറത്തിന്റെ അവസാനം ഒരു ആയത്തുണ്ട്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിനക്ക് നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളെ പറ്റിയും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ ചോദ്യം ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, ആ ഒരു ആയത്തുണ്ടല്ലോ, അതിൽ അണ്ടകടാഹത്തെ മുഴുവനും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആയത്താണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞപ്പോ ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ, നജൗതു യാ റസൂലല്ലാഹ്, ഞാൻ രക്ഷപ്പെട്ടു നബിയെ, എനിക്ക് വലാ ലൈസ ലീ ദിർഹമൻ വലാ ദീനാറുൻ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ദിർഹമില്ല, സമ്പത്തിൽ ഒന്നുമില്ല. നബി തങ്ങൾ പറഞ്ഞു, 3 കാര്യങ്ങൾക്ക് നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നുമില്ല എന്ന് പറയുന്നവരെ, വീടില്ല ഉസ്താദെ, മക്കളില്ല ഉസ്താദെ, കുടുംബമില്ല ഉസ്താദെ, കടമാണ് ഉസ്താദെ എന്ന് പറയുന്നവരെ ശ്രദ്ധിച്ചോ, 3 കാര്യങ്ങൾക്ക് നാളെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന്, മറുപടി പറയേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മാഉൻ ബാരിദ്, വെള്ളം, മഴവെള്ളത്തിന് വേണ്ടി നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. മഴ പെയ്തപ്പോ ആ വെള്ളം നമുക്ക് കിട്ടിയില്ലേ, നമ്മൾ കുടിച്ചില്ലേ, അതിനു വേണ്ടി പറയേണ്ടി വരും. നഇലൈൻ, നിനക്ക് വേണ്ടി ചെരുപ്പില്ലേ, നീ ധരിച്ച ചെരുപ്പില്ലേ, കൂടിയതാകട്ടെ കുറഞ്ഞതാകട്ടെ, ധരിച്ച ചെരുപ്പിന് വേണ്ടി നാളെ കണക്ക് ചോദിക്കപ്പെടും. 3-മത്തത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ തണല് പറ്റിയതിനൊക്കെ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. വൃക്ഷത്തിന്റെ തണല്, വെയിറ്റിംഗ് ഷെഡുകൾ, എന്തിനൊക്കെ തണല് പറ്റിയിട്ടുണ്ടോ അതിനെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ളവരെ, ഹിസാബൻ യസീറ, അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. ഉമർ മഹാനായ മുത്തനബി തങ്ങൾ ദുആ ചെയ്യുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബി ചോദിച്ചു, നബിയെ, ഈ ഹിസാബ യസീറ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഒരാരെയെങ്കിലും അല്ലാഹു നാളെ വിചാരണ ചെയ്താൽ ഫഖദ് ഉഖിബ, അവൻ ശിക്ഷിക്കപ്പെടും. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് വിചാരണ എളുപ്പമാകാൻ വേണ്ടി ദുആ ചെയ്തത് എന്ന് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, വിചാരണ എളുപ്പമാകാൻ ഖുർആനുമായി ബന്ധമുണ്ടാകണം. ഖബർ രക്ഷപ്പെടാൻ ഖുർആനുമായി ബന്ധമുണ്ടാകണം. മുഖം പ്രകാശിക്കാൻ ഖുർആനുമായി ബന്ധമുണ്ടാകണം. ഈമാനോടെ മരിക്കാൻ ഖുർആനുമായി ബന്ധമുണ്ടാകണം. സ്വർഗ്ഗപ്രവേശനം കിട്ടാൻ ഈ ഖുർആനുമായി ബന്ധമുണ്ടാകണം. മുത്തനബി തങ്ങളുടെ ശുപാർശകരാകാൻ ഖുർആനുമായി ബന്ധമുണ്ടാകണം. ഖുർആൻ നമ്മുടെ കൂട്ടുകാരനാകണം. ആ ഖുർആൻ നമ്മുടെ കൽബിൽ വെളിച്ചമാകണം. ഖുർആൻ നമ്മുടെ ഖബറിൽ പ്രകാശമാകണം. ഉറപ്പായും ആ ഖുർആനുമായി ബന്ധം വേണമെങ്കിൽ ഖുർആൻ ഇങ്ങനെ നിരന്തരം ഓതുന്നവരാവുക. ഇൻഷാ അല്ലാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, ഇന്ന് മുതൽ സൂറത്തു തകാസുർ ഉറങ്ങാതെ ഉറങ്ങൂല, അത് ഓതാതെ ഞാൻ ഉറങ്ങില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കിൻ. ഇൻഷാ അല്ലാഹ്. നമ്മുടെ മക്കളെയൊക്കെ ഇത് കാണാതെ പഠിപ്പിക്കണം. വളരെ ചെറിയ ആയത്ത്, 7 ആയത്തല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. ആ 8 ആയത്താണ് ആകെയുള്ളത്. അതുകൊണ്ട് തന്നെ 8 ആയത്താണ് സൂറത്ത് തകാസുറിനുള്ളത്. 8 ആയത്ത് പഠിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. ഒരു ദിവസം 1 ആയത്ത് വെച്ച് പഠിപ്പിച്ചാൽ മതി. ഒറ്റയടിക്ക് നിങ്ങൾ പഠിപ്പിക്കേണ്ട. ഓരോ ദിവസം ഓരോ ആയത്ത്, 8 ദിവസം, ഒരാഴ്ച കഴിയുമ്പോൾ മക്കൾ സൂറത്തു തകാസുർ കാണാതെ പഠിക്കും. അത് മുടങ്ങാതെ ഉദട്ടെ. ആ മക്കൾ കാരണം നമുക്കുള്ള സ്വർഗം തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. പുതിയ ഒരറിവുമായി കണ്ടുമുട്ടാം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ ദുആ ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും മറുപടി പറയാൻ
സമയവും സന്ദർഭവും അല്ല. അതുകൊണ്ടാണ് പറയാത്തത്. ഇൻഷാ അല്ലാഹ് അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് ഇൻഷാ അല്ലാഹ് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യും. അത് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹു റജബിലും ശഅബാനിലും അള്ളാഹു ബറക്കത്ത് തരട്ടെ. റമദാനിലേക്ക് അള്ളാഹു ആയുസ് എത്തിക്കട്ടെ. റമദാനിൽ ഒരുപാട് ഖുർആൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഖുർആന്റെ ശുപാർശകരാകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഖുർആന്റെ കൈപിടിച്ച് ഖുർആന്റെ തണലിലായി ജീവിക്കുവാനും ആ ഖുർആന്റെ തണലിലായി ഖബറിൽ കിടക്കുവാനും ഖുർആന്റെ തണലിലായി മഹ്ശറിൽ വരുവാനും ഖുർആന്റെ തണലിലായി സ്വർഗ്ഗത്ത് പ്രവേശിക്കുവാനും അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ ശവിക്കുന്ന വിഭാഗത്തിൽ നമ്മെ അള്ളാഹു തൊട്ട് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയുള്ള മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് പുതിയ ഒരറിവുമായി കണ്ടുമുട്ടാം. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആരക്കണം. നിങ്ങളുടെ ദുആയാണ് ഈ സദസ്സിന്റെ വിജയം. അള്ളാഹ് സ്വീകരിക്കട്ടെ. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.